പശ്ചിമേഷ്യയിൽ കാലങ്ങളായി പുകയുന്ന സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. സമീപകാലത്ത് നടന്ന സൈനിക നീക്കങ്ങളും നേതാക്കളുടെ വാക്പോരുകളും മേഖലയിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളും അതിന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നൽകിയ ശക്തമായ മറുപടിയുമാണ് നിലവിൽ ആഗോള ശ്രദ്ധ നേടുന്നത്. ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ ജൂൺ 13-ന് ഇറാനിൽ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തോടെയാണ് സമീപകാല സംഘർഷങ്ങൾക്ക് തീവ്രതയേറിയത്. ആണവായുധ വികസനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രയേലിന്റെ വാദം. എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രയേൽ പ്രദേശങ്ങളിലേക്ക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ഈ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ മിസൈൽ ശേഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. 480 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ നിന്നും ഇറാനെ വിലക്കണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രധാന ആവശ്യം. ഇറാന്റെ മിസൈൽ ഭീഷണി ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ഇസ്രയേലിന്റെ സൈനിക മേൽക്കോയ്മയും പ്രാദേശിക സുരക്ഷയും ഉറപ്പാക്കാൻ ഇറാന്റെ മിസൈൽ ശക്തി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും നെതന്യാഹു വിശ്വസിക്കുന്നുണ്ട്.